അമ്പലപ്പുഴ വേല കണ്ടവൻ അമ്മയും വേണ്ട. ആ പഴമൊഴി നിങ്ങൾക്കോർമ്മയില്ലേ? കളിക്കാർ കുളിച്ച് നെറ്റിയിലും കയ്യിലും ചന്ദനക്കുറി ചാർത്തി, കരിയെഴുതി കണ്ണിമകൾ കറുപ്പിച്ച്, കടകം കെയൂരം എന്നീ കയ്യാഭരണങ്ങൾ ചാർത്തി, പളുങ്കുമണികൾ കോർത്തുകെട്ടിയ കൊരലാരം മാറത്ത് ചാർത്തി, തലപ്പാവും ഉടുവസ്ത്രവും ധരിച്ച്, അരയും തലയും മുറുക്കി, ചുവന്ന തുണി കൊണ്ടു തലപ്പാവ് കെട്ടി, കസവ് റിബൺ കൊണ്ടിത് കെട്ടിമുറുക്കി, വീതിയുള്ള വെള്ള വസ്ത്രം ഉടുത്തിട്ട്, വെള്ള കുമിളുകളും പുള്ളികളും വെച്ചു പിടിപ്പിച്ച്, വീതി കുറഞ്ഞ വസ്ത്രം അതിനു മുകളിൽ കെട്ടി, കറുപ്പ് കച്ച കൊണ്ട് മുറുക്കി, ചുവന്ന നിറമുള്ളതുമായ മുക്കോൽ വസ്ത്രം അരികിൽ പുറകിലായി കെട്ടി പുറപ്പെട്ടിരിക്കുന്നു കുളത്തിൽ വേലയ്ക്ക്. കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് വേലകളി. സാധാരണയായി അമ്പലങ്ങളിലെ ഉത്സവ സമയത്താണ് വേലകളി അവതരിപ്പിക്കുക. മധ്യകാലഘട്ടത്തിലെ നായർ ഭടന്മാരുടെ വേഷവും നിറപ്പകിട്ടാർന്ന തലപ്പാവും അണിഞ്ഞ കലാകാരന്മാർ വേഗത്തിൽ ചുവടുവയ്ക്കുകയും മെയ് വഴക്കത്തോടെ വാദ്യസംഗീതത്തിനൊപ്പിച്ച് വാൾ വീശുകയും ചെയ്യുന്നു. ഇതാണ് വേലകളിയുടെ തുടക്കം തന്നെ. അമ്പലപ്പുഴയിലാണ് വേലകളിയുടെ ഉത്ഭവം. മാത്തൂർ പണിക്കർ എന്ന ചെമ്പകശ്ശേരി പടയുടെ പടനായകനാണ് ഭടന്മാരുടെയും ജനങ്ങളുടെയും പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുവാനായി കലാരൂപം ആവിഷ്കരിച്ചത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വർഷം തോറും നടക്കുന്ന ഉത്സവത്തിൻ്റെ ഒരു സുപ്രധാന ഇനമാണ് വേലകളി. തിരുവല്ല ശ്രീ മഹാവല്ലഭ ക്ഷേത്രത്തിലും തിരുവുത്സവത്തോടനുബന്ധിച്ചും മറ്റനവധി ക്ഷേത്രങ്ങളിലും വേലകളി നടന്നു വരുന്നു. ഐതിഹ്യപരമായി പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപാലന്മാരുമൊത്ത് താമരപ്പൊയ്കയിൽ ഇറങ്ങി നീന്തിക്കുളിച്ചതിന് ശേഷം ഓരോ താമര ഇതളിലും തണ്ടോടുകൂടിയ ഓരോ താമരമൊട്ടും പറിച്ചെടുത്ത് കരയ്ക്ക് കയറി കളി തുടങ്ങി. അതിലെ കടന്നുപോയ നാരദ മഹർഷി ഇവരുടെ കളിയിൽ ആകൃഷ്ടനായി കേരളീയരെ ഒന്നടങ്കം കൃഷ്ണവിരക്തരാക്കാൻ ആഗ്രഹിക്കുന്ന വില്ലുമംഗലത്ത് സ്വാമിയോട് താമരപ്പൊയ്കയുടെ തീരത്തിൽ ഈ കളി വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രചരിപ്പിക്കണമെന്ന് നാരദ മഹർഷി ഉപദേശിച്ചു. സ്വാമികൾ കൃഷ്ണധ്യാനത്തിൽ മുഴുകി തുടർന്ന് അദ്ദേഹത്തിൻ്റെ വേലകളി കാണിച്ചു കൊടുത്തിട്ട് കൃഷ്ണൻ കൂട്ടുകാരോടൊത്ത് ഒളിച്ചു കളിക്കുകയും ചെയ്തു. വൈവിധ്യമാർന്ന ചുവടുകളും മടവുകളും കൊണ്ട് ഹൃദ്യമാണ് വേലകളി. ആയം, ചാട്ടം, അരകിൽ നീക്കം തുടങ്ങിയ ചുവടുകളാണ് ഉപയോഗിക്കുന്നത്. കളിക്കാരുടെ നീക്കവും ആക്രമണ രീതിയും എതിർപക്ഷം അറിയാതിരിക്കാൻ വാദ്യമേളങ്ങളോടുകൂടിയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. മുറിയടന്ത മുഴങ്ങിയാൽ വേഗത്തിലുള്ള ചലനവും അടന്തയാൽ പതിഞ്ഞ മട്ടുള്ള ചുവടുകളുമാണ് കളിക്കുന്നത്. എതിരാളികളോട് പോരാടി വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പഞ്ചാരി എന്ന താളം മുഴങ്ങും. പിന്തിരിഞ്ഞോടാൻ ഈ താളം വേലകളിയെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ വേലകളി നടന്നു വരുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ഓം നമോ നാരായണ.